നിങ്ങൾക്കറിയാം, കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥത വഹിക്കുന്നത് ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടി യേശു മധ്യസ്ഥത വഹിക്കുന്നില്ല. പാപികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് മുഴുവൻ കർത്താവായ യേശു ഓൾറെഡി ചെയ്തിരിക്കുക. ഞാനും നിങ്ങളും കഴിഞ്ഞ നാളുകൾ പാപികളായിരുന്നപ്പോൾ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ ഏറ്റെടുത്ത ആ സമയത്ത് ദാറ്റ്സ് ഓൾ, അത്രമാത്രമേ ചെയ്തുള്ളൂ. അതിൽ കൂടിയാണ് എനിക്ക് നിങ്ങൾക്കും വീണ്ടും ജന്മം പ്രാപിച്ചത്. പക്ഷെങ്കിൽ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ യേശു പക്ഷപാതം ചെയ്യുന്നത് സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയല്ല, പിന്നെയോ സഭയ്ക്ക് വേണ്ടി. സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഒന്ന് മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥത ചെയ്യുന്ന ഒരുവൻ, അതിനെയാണ് വെളിപ്പാട് പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണേ, 2 വേർഡ്, ആ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുവൻ, ഒരു വലിയ ഇടയൻ. പ്രിയപ്പെട്ട, എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ പക്ഷപാതം വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യും. ഞാൻ നിങ്ങൾ എന്ത് ചെയ്താൽ, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. എന്നിട്ട് പറയുന്നത്, നാം നമ്മുടെ പാപം അവനോട് ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ സകല പാപവും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു.